ഹായ് ഹലോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു പ്ലാന്റ് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു കണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കമൻറ്റ് കണ്ട് ഈന്താണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കായ കണ്ടോ, ഈ പ്ലാന്റിൻ്റെ ലെങ്ത്ത് കണ്ടോ, അത് സൈക്കസ് സിർസിനാലിസ് എന്ന് പറഞ്ഞ സ്പീഷ്യസിലുള്ള ഒരു പ്ലാന്റാണ്. മലയാളത്തിൽ നമ്മൾ ഈന്തും കായ അങ്ങനെയൊക്കെയാണ് പറയുക. ഇത് ഇത്ര ലെങ്ത്തേ ഉള്ളൂ. ഇതിൻ്റെ ഇത്ര ലെങ്ത്തിൽ തന്നെ ഇത്രയും കായ വന്നിട്ട് നോക്ക്. ഈ കായ നമ്മൾ വെട്ടിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഈന്തിൻ പിടി, അതൊക്കെ ഫേമസ് ആണ്. ചിക്കൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഫേമസ് ഡിഷാണ്. അതുപോലെ ഈ ലീഫില്ലേ, ഈ ലീഫ്, ഇതിൻ്റെ ഇളം ലീഫ് നമുക്ക് വൊമിറ്റിങ്ങിന്, ഛർദിക്കൊക്കെ നല്ലതാണ്. ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഇതിൻ്റെ ലീഫില്ലേ, ഈ ലീഫ് നമ്മളിങ്ങനെ നമ്മൾ ഡെക്കോറായിട്ട് ഒക്കെ മുടഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ലീഫ്. ഇത് പ്ലാന്റിൻ്റെ ഉള്ളിൽ ഹൈറ്റ് നോക്കിയാൽ എത്രയും കുറഞ്ഞ ഹൈറ്റിലാണല്ലോ ഇത് കായ്ച്ചിട്ടുള്ളത്. ഈ പറമ്പിൽ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ കാണുന്നത് കണ്ട, പിന്നെ ഇവിടുത്തെ ചെറിയ പ്ലാന്റ് ആയിട്ട് വരുന്നത് കണ്ട, പിന്നെ ആ ഭാഗത്ത് കണ്ട, ഒരുപാടുണ്ട്. ഇതിനധികം നമ്മൾക്ക് കെയറൊന്നും വേണ്ട ഈ സാധനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത് പോയാലും പിന്നെ ആ ഉണ്ടായ സ്ഥലത്ത് തന്നെ മുളച്ച് വന്നോളൂ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തരിശായ പോലെ പ്ലെയിൻ പറമ്പിൽ തന്നെ ഉണ്ടാവും സാധനം. പിന്നെ ഇതിൻ്റെ ഈ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ അത്. നമ്മൾ ഈ തൊലിയുടെ അസുഖത്തിനും പിന്നെ ഈ വയറിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പം എന്താ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ഡെക്കോർ പീസായിട്ടൊക്കെ നമുക്ക് ഫ്രണ്ടേജിലൊക്കെ, നല്ല വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ യൂസ് ചെയ്താലും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരേ ലെവലിൽ നമ്മൾ പ്ലാന്റ് വീടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഒരേ ലെവലിലായിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഏകദേശം ഈത്തപ്പഴത്തിൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു മോഡലാണ്. ഓലയുടെ ഷേപ്പ്, ഓലയുടെ ലീഫ് ഒരു ഓലയുടെ ഒരു സ്ട്രക്ചറായിട്ടാണ് വന്നിട്ടുള്ളത്. കായ കണ്ടില്ലേ, കായ കറക്റ്റ് കണ്ടോ. ഈ കായ നമ്മൾ പറിച്ചിട്ടാണ്, ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഈന്ത് പൊടി ഉണ്ടാക്കുന്നത്. അത് പിന്നെ വറുത്തിട്ട് നമ്മൾ ഓരോ പലഹാരങ്ങളും മധുരപലഹാരങ്ങളും പിടിയായിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.